വചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയും ദേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ ആത്മമരണം മാറും, നീതിയിൽ അവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. അന്ധനു കാഴ്ച നൽകുവാൻ വചനം ജ്ഞാനമാ, സത്യത്തിൽ അത് കാക്കുവാൻ സ്വർഗത്തിൻ ദാനമാ. ഒഴിയാൻ നിത്യനാശം, നാളിനൊരു പ്രകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. സത്യദൈവത്തിൻ ഭക്തന്മാർ വചനം കാക്കയാൽ സൽപ്രവൃത്തിക്കു ശക്തന്മാർ ആകുന്നു നാൾക്കുനാൾ. ദൈവമുഖപ്രസാദം നിത്യമവകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ലോകങ്ങൾ അവസാനിക്കും, വാനവുമില്ലതാ. ദൈവവാക്കു പ്രമാണിക്കും, ഭക്തനു നിത്യനാ. വാട്ടം മാലിന്യം നാശം, ഇല്ലാത്തൊരവകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. 4-ാം അധ്യായത്തിൽ നാം കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ പിശാച് പരീക്ഷിക്കുന്നതായ രംഗമാണ്. അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ അവിടുന്ന് പരീക്ഷകളെ അതിജീവിച്ചവനാണ് എന്ന് തെളിയിക്കുവാൻ ആവശ്യമായിരുന്നു. അതുകൊണ്ട് 40 നാൾ ഉപവസിച്ച ശേഷം അവൻ വിശന്നതായ സമയത്ത് പരീക്ഷകൻ അടുത്തു വന്ന് അവനോട് ചില കാര്യങ്ങൾ പറയുന്നതാണ് 4-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷമായി താൻ വല്ലാതെ ക്ഷീണിച്ച് ഏറ്റവും ഭയങ്കരമായ വിശപ്പനുഭവിക്കുന്ന സമയത്ത് പിശാച് കർത്താവിനോട് പറയുന്നത്, നിന്റെ വിശപ്പ് മാറ്റുവാനായി അപ്പം ഭക്ഷിക്കുക, അത് മാത്രമാണ് ഏകപോം വഴി. അതുകൊണ്ട് താൻ അതിനൊരു വഴി കണ്ടുപിടിച്ചു. ഈ കല്ല് അപ്പമായി തീരുവാനായിട്ട് കൽപ്പിക്കുക, എന്നിട്ട് നീ അത് ഭക്ഷിക്കുക. കർത്താവ് അതിന് മറുപടിയായി പിശാചിനോട് പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നീ അറിയേണ്ടത് ആവശ്യമാണ്. നമ്മളൊക്കെ അറിഞ്ഞു വച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവസന്ധാരണത്തിന് ആവശ്യമായിട്ടുള്ളത് വായുവും വെള്ളവും ഭക്ഷണവുമാണ്. ഇത് മൂന്നുമില്ലാതെ മനുഷ്യന് ജീവിക്കുവാനായിട്ട് സാധ്യമല്ല. ഇത് നമ്മുടെ ഭൗതികമായ ജീവിതത്തിന് ആധാരമായിട്ടുള്ള കാര്യമാണ്, അതിൽ സംശയം തെല്ലുമില്ല. പക്ഷേ മറ്റൊരു ചോദ്യം ഇവിടെയുണ്ട്. ഇത് മൂന്നുമുള്ള മനുഷ്യൻ വാസ്തവത്തിൽ ജീവിക്കുന്നുണ്ടോ? യഥാർത്ഥമായി ജീവിക്കുവാൻ ഇത് മൂന്നും മതിയാകുമോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആത്മഹത്യ ചെയ്ത ആളുകളുടെ ചരിത്രമൊക്കെ ഇത് പരിശോധിച്ചാൽ
ഒരു കാര്യം നമുക്ക് മനസ്സിലാകും, അവരാരും ഭക്ഷണമില്ലാഞ്ഞിട്ടോ വെള്ളമില്ലാഞ്ഞിട്ടോ അല്ല ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അവർക്ക് ജീവിക്കുവാൻ സാധിക്കുന്നില്ല. ജീവിക്കണമെങ്കിൽ ഈ ഭക്ഷണത്തിനും വെള്ളത്തിനും ഒക്കെ അപ്പുറമായി ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. നാം ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഭക്ഷണവും വെള്ളവുമെല്ലാം ചെന്നിട്ട് നമ്മുടെ ശരീരം ഇങ്ങനെ ജീവനോടെ നിലനിൽക്കുന്നു എന്നുള്ളതല്ല, അതിനപ്പുറമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഭക്ഷണത്തെക്കാളും വെള്ളത്തെക്കാളും നമ്മുടെ ശാരീരിക പോഷണത്തിന് ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെക്കാൾ അപ്പുറമായി നമ്മെ ജീവിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. അത് ദൈവവചനമാണ് എന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു. അദ്ദേഹം വാസ്തവത്തിൽ ഒരു കോടീശ്വരനാണ്, ഇഷ്ടം പോലെ സ്വത്തുണ്ട്. അദ്ദേഹത്തോട് ജീവിതകാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, എങ്ങനെയുണ്ട് ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാനിങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടുന്നു. അത് അദ്ദേഹം പാഴ്വാക്കായി ഭംഗിവാക്കായി പറഞ്ഞതല്ല, വാസ്തവത്തിലുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന് ഇഷ്ടം പോലെ പണമുണ്ട്, ഏതെല്ലാം സൗകര്യങ്ങൾ സുഖസൗകര്യങ്ങൾ ആവശ്യമാണോ അതെല്ലാം ജീവിതത്തിലുണ്ട്. പക്ഷേ ശരിയാം വണ്ണം ജീവിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ജീവിതത്തിൽ നിരാശയാണ്, ജീവിതത്തിൽ സന്തോഷമില്ല. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ നമ്മെ ജീവിപ്പിക്കുന്ന ഘടകം എന്താണ്? നമുക്ക് ഭക്ഷണം ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ജീവിതത്തിന് ആവശ്യമായ സുഖസൗകര്യങ്ങൾ വേണ്ടുവോളമുണ്ടെങ്കിലും എന്തൊക്കെയോ ചില ഘടകങ്ങൾ, ജീവിപ്പിക്കുന്ന ചില ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നു. അത് നാം കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. എത്രയോ കോടിക്കണക്കിന് ആളുകൾ വളരെയധികം സുഖസൗകര്യങ്ങൾ കഴിഞ്ഞുകൂടുന്നവരുണ്ട്. പക്ഷേ സമാധാനമില്ല, സന്തോഷമില്ലാതെ കഴിഞ്ഞുകൂടുന്ന കോടിക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. പുറമേ നാം നോക്കുമ്പോൾ വളരെയൊക്കെ സന്തോഷചിത്തരാണെന്ന് തോന്നും. നമ്മൾ പലരെ കണ്ടിട്ടും നമ്മൾ വിചാരിക്കും, ഇവരൊക്കെ എത്ര വലിയ സുഖസൗകര്യങ്ങളിൽ കഴിയുന്നവരാണ്, എത്ര വലിയ സമാധാനം അവരനുഭവിക്കുന്നു, എത്രയോ സന്തോഷം അവരനുഭവിക്കുന്നു. ഇതൊക്കെയാണ് ജീവിതം എന്ന് നാം വിചാരിക്കാറുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് നമുക്കറിയാൻ സാധിക്കുന്നത്, ഒരു നിമിഷം പോലും സമാധാനം അനുഭവിക്കുവാനോ സന്തോഷം എന്തെന്നറിയുവാനോ അവർക്ക് സാധിക്കുന്നില്ല. അവർ വലിയ അഗ്നിപർവ്വതം പോലെ അവരുടെ മനസ്സ് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും അവർ തകർന്നടിഞ്ഞു പോകാം. അതുപോലെ പ്രയാസപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. നമുക്ക് പണം വേണ്ടുവോളം ഉള്ളത് കൊണ്ടോ സുഖസൗകര്യങ്ങൾ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ടോ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അതല്ല ശരിയാവണ്ണമുള്ള ജീവിതം. യഥാർത്ഥമായ ജീവിതം എന്താണ്? ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നതാണ് യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും വലിയ സമാധാനം നാം അനുഭവിക്കുന്നു, അവിടെ നാം സന്തോഷം അനുഭവിക്കുന്നു. ജീവിതത്തിലെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വരുമ്പോൾ അവിടെ നാം സന്തോഷിക്കുന്നു. അവിടെ നമുക്ക് ഇല്ലായ്മകളുടെ മധ്യത്തിലും സന്തോഷിക്കുവാൻ സാധിക്കും, പ്രയാസങ്ങളുടെ മധ്യത്തിലും നാം ആനന്ദിക്കുന്നു. അങ്ങനെയുള്ള ജീവിതമാണ് വാസ്തവത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത്. അതാണ് ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹത്തിൻ്റെതായ ജീവിതം. ദൈവവചനം നമ്മെ ജീവിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇന്ന് കണ്ടുവരുന്ന വലിയൊരു ട്രെൻഡുണ്ട്. ചെറുപ്പക്കാരായിട്ടുള്ളവരും നല്ല ആരോഗ്യമുള്ളവരും ഒക്കെ പറയുന്നത് ദൈവമില്ല എന്നാണ്. അവർ പറയുന്നത് എല്ലാം ശാസ്ത്രീയമായി മനസ്സിലാക്കുകയും പറയുകയും ചെയ്യണം എന്നാണ്. എല്ലാറ്റിലും ശാസ്ത്രത്തിൻ്റേതായിട്ടുള്ള ഒരു ഭാഗമുണ്ട്, അത് കണ്ടെത്തുവാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. എല്ലാറ്റിനെയും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവരിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ ഏതാനും ചില കാര്യങ്ങളല്ലാതെ മറ്റെന്ത് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും? ശാസ്ത്രം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ശരിയാണ്, ഞാൻ അതിനെ ഒന്നും നിഷേധിക്കുന്നില്ല. നാം കാണുന്നതായ എല്ലാ കാര്യങ്ങളുടെയും അതിൻ്റെ പിന്നിലുള്ളതായ തത്വത്തെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവരിക്കുവാൻ മനുഷ്യന് സാധിക്കും. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഈ ലോകത്തിൽ നടന്നിട്ടുണ്ട്. അതൊക്കെ ശാസ്ത്രത്തിൻ്റെ സംഭാവനയാണ്. അതിലേറെ രസകരമായി എനിക്ക് തോന്നിയതായ ഒരു വസ്തുത, ഈ ലോകത്തിൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, ഏറ്റവും ഉന്നതമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ വാസ്തവത്തിൽ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നവരാണ്. അവർ യഥാർത്ഥ വിശ്വാസികളായിരുന്നു, ദൈവവിശ്വാസികളായിരുന്നു, ദൈവമക്കളായിരുന്നു. അങ്ങനെ ഹോവയായ ദൈവത്തെ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന അനേക ദൈവമക്കൾ കണ്ടുപിടിച്ച ശാസ്ത്രീയമായ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ദൈവമില്ല എന്ന് ചില മനുഷ്യർ വിളിച്ചു പോകുന്നത്. ഒരുപാട് സുഖസൗകര്യങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ മനുഷ്യൻ സ്വാഭാവികമായിട്ടും ദൈവത്തെ മറക്കാൻ സാധ്യതയുണ്ട്. അവൻ പറയും, ഇതൊന്നും ദൈവം തന്നതൊന്നുമല്ല, ഇതൊക്കെ ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയതാണ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, ദൈവം എന്നൊരാളില്ല എന്നൊക്കെ പറയുവാനുള്ള ഒരു സാധ്യതയിലേക്ക് നമ്മെ തള്ളിവിടുന്നതാണ്. എന്നാൽ പ്രിയമുള്ളവരെ,
ഈ ആരോഗ്യമൊക്കെ നശിച്ചു കഴിയുമ്പോഴാണ് വാസ്തവത്തിൽ അവൻ അവനെപ്പറ്റി ചിന്തിക്കുവാനിടയാകുന്നത്. നല്ല ആരോഗ്യമുള്ള സമയത്ത്, ചോരത്തിളപ്പുള്ള സമയത്ത് ദൈവത്തെ മറന്നിട്ട് പോകുന്നൊരു സമൂഹത്തെയാണ് നാം കാണുന്നത്. അവൻ വിചാരിക്കുന്ന അവൻ എന്തും ചെയ്യുവാൻ സാധിക്കും, ആരെയും പേടിക്കേണ്ടുന്നതായ ആവശ്യമില്ല, അവനിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാം, ആരുടെയും മുൻപിൽ തലകുലിക്കേണ്ടുന്ന ആവശ്യമില്ല എന്നൊക്കെ വിചാരിച്ചു പോകും. പക്ഷേ അവൻ്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു വന്നിട്ട് അവൻ രോഗിയായി തീരുമ്പോഴോ, ആരും സഹായമില്ലാതെ വരുമ്പോഴോ, അവൻ വാസ്തവത്തിൽ കിടക്കയിൽ കിടന്നുകൊണ്ട് മുകളിലേക്ക് നോക്കിയിട്ട് അവൻ ദൈവത്തെ അന്വേഷിക്കുന്നത് സ്വാഭാവികമായ ഒരു കാഴ്ചയാണ്. എത്രയോ പേരുടെ ചരിത്രങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ദൈവത്തെ തള്ളിപ്പറഞ്ഞ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ അവസാന നിമിഷത്തിൽ അവർ മുകളിലേക്ക് നോക്കുന്ന കാഴ്ച പരമദയനീയമാണ് എന്നല്ലാതെ നമുക്കൊന്നും പറയുവാനായിട്ട് സാധ്യമല്ല. ശാസ്ത്രം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ശാസ്ത്രത്തിന് മനുഷ്യനെ ജീവിപ്പിക്കുവാൻ സാധിക്കുമോ? ഒരു മനുഷ്യന് ജീവൻ കൊടുക്കുവാൻ സാധിക്കുമോ? ശാസ്ത്രം ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ശാസ്ത്രം ക്ലോണിങ്ങിൽ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മനുഷ്യന് ജീവൻ കൊടുക്കുവാൻ ശാസ്ത്രത്തിന് സാധിക്കുമോ? ഇന്നേ വരെ സാധിച്ചിട്ടില്ല. സാധിക്കുമെന്നൊക്കെ വീമ്പിളക്കുന്നുണ്ട്, പക്ഷേ ഒരിക്കലും അത് സാധ്യമാകയില്ല എന്ന് ദൈവവചനം നമ്മോട് പറയുകയാണ്. മനുഷ്യന് ജീവൻ കൊടുക്കുന്നത് ദൈവമാണ്. ദൈവം വിചാരിച്ചാൽ അല്ലാതെ ഒരു മനുഷ്യനും ജീവനോടെ ഭൂമുഖത്തേക്ക് ജനിച്ചു വീഴുവാനായിട്ട് സാധ്യമല്ല. ഇന്ന് രാവിലെ നാം വായിച്ചതായ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മെ ജീവിപ്പിക്കുന്നത് ദൈവവചനമാണ് എന്നത്രേ. നാം എന്തെല്ലാം ചെയ്താലും നമുക്ക് ജീവിക്കുവാൻ സാധ്യമല്ല. ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിൻ്റെ ജീവൻ നിലനിർത്തുവാൻ ഭക്ഷണത്തിനോ വെള്ളത്തിനോ ഒക്കെ സാധ്യമായിരിക്കാം. പക്ഷേ ആ ശരീരത്തിനുള്ളിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കണമെങ്കിൽ, വാസ്തവത്തിൽ നാം ലൈവ് ആകണമെങ്കിൽ, യഥാർത്ഥ ജീവിതം എന്താണെന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മെ ജീവിപ്പിക്കുന്ന ദൈവവചനത്തിൻ്റെ അരികിലേക്ക് നാം കടന്നു വരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് ആ ദൈവവചനത്തിൻ്റെ അരികിലേക്ക് വരാം. യഹോവയായ ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും നാം ജീവിക്കുന്നു എന്നെഴുതിയിരിക്കുന്നത് പോലെ ആ ദൈവത്തിൻ്റെ വചനം കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അത് നമ്മുടെ കഷ്ടതയിൽ നമ്മെ സഹായിക്കുന്ന വചനമാണ്, നമ്മുടെ പ്രയാസത്തിൽ നമ്മെ സാന്ത്വനപ്പെടുത്തുന്ന വചനമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ വശങ്ങളിൽ നമ്മെ കൈത്താങ്ങൽ നൽകി നമ്മെ സഹായിക്കുന്ന വചനമാണ്, നമ്മെ ജീവിപ്പിക്കുന്ന വചനമാണ്. അനേക സാഹചര്യങ്ങൾ നമ്മെ തകർത്ത് കളയുന്നതാണെങ്കിൽ അതിൻ്റെ മുൻപാകെ പിടിച്ചു നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ആ ദൈവവചനമാണ്. ആ ദൈവവചനം നമ്മുടെ ജീവനും ശക്തിയുമാണ്. ആ ദൈവവചനത്തിലേക്ക് അടുത്ത് വരുവാൻ ഇന്നത്തെ ദിവസം നമുക്കിടയാകട്ടെ. അങ്ങനെ ഇന്നത്തെ ദിവസം ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കേവലം അപ്പം കൊണ്ട് മാത്രമല്ല, വെള്ളം കൊണ്ട് മാത്രമല്ല നാം ജീവിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ആത്മാവിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കിയിട്ട് ദൈവവചനത്താൽ ഞാൻ ജീവിക്കുന്നു എന്ന് പറയുവാൻ നമുക്കിടയായി തീരട്ടെ. നമ്മുടെ സകല ആവശ്യങ്ങളും നിറവേറ്റിത്തരുന്ന കർത്താവിൻ്റെ അരികിലേക്ക് അടുത്തു വന്ന് ഇന്നത്തെ ദിവസം അവിടുത്തെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന് രാവിലെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ് കർത്താവെ. പലപ്പോഴും ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ കഴിക്കുന്നതായ ആഹാരവും ഞങ്ങൾ കുടിക്കുന്നതായ വെള്ളവും ഒക്കെയാണ് ഞങ്ങളെ ജീവിപ്പിക്കുന്നതെന്നാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ഞങ്ങളെ ജീവിപ്പിക്കുവാൻ കഴിയുന്നത് അവിടുത്തെ വചനമാണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ കർത്താവെ. പലപ്പോഴും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരാതെ ഈ ലോകത്തിൽ മാത്രം ആശ്രയിച്ച് മുൻപോട്ട് ജീവിക്കുന്നവരായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ അവിടുത്തെ വചനത്തിലേക്ക് അടുത്തു വരുവാൻ, ആ വചനം ഞങ്ങളെ ജീവിപ്പിക്കുവാൻ, ഞങ്ങളുടെ കഷ്ടതയിലും ഞങ്ങളുടെ പ്രയാസത്തിലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ വശങ്ങളിലും ഞങ്ങളെ ജീവിപ്പിക്കുവാനിടയാകുന്നത് ആ ദൈവവചനമാണെന്ന് മനസ്സിലാക്കി ഇന്നത്തെ ദിവസം കർത്താവെ അവിടുത്തെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിവസം കർത്താവെ അനുഗ്രഹത്തിനായി നൽകണമേ. സകല മാനവും മഹത്വവും ഞങ്ങൾ അവിടുത്തെ മുൻപാകെ അർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.